ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊറിയൻ ലഞ്ച് ബോക്സ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ കേക്കിന് ബെൻറ്റോ കേക്ക് എന്നും പറയും. 4 മുട്ട വെച്ചിട്ട് 1 kg ബാറ്ററിലാണ് ഞാൻ ഈ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. 4 മുട്ട വെച്ചിട്ട് തന്നെ നമുക്ക് 5 കേക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും അതുപോലെ തന്നെ പാക്കിങ്ങും എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. മറ്റൊരു ബൗളിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് വനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഷുഗർ പൊടിച്ചത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഷുഗർ പൊടിച്ചത് ഒരുമിച്ച് ഇട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഷുഗർ പൊടിച്ചത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഫ്ലോർ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം കുറച്ച് ഫ്ലോർ മിക്സ് ഇട്ട് കൊടുക്കുക, അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1/4 കപ്പ് പാലിൽ നിന്ന് കുറച്ച് ആദ്യം ചേർത്ത് കൊടുക്കുക, അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഫ്ലോർ മിക്സ് കുറച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 10 ഇഞ്ചിൻ്റെ റൗണ്ട് മോൾഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി സ്ക്വയർ മോൾഡ് ഉണ്ടെങ്കിൽ അതിലും ചെയ്യാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ റൗണ്ട് മോൾഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 40 to 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 45 മിനിറ്റ് കൊണ്ട് എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഓവനിൽ വെച്ചിട്ടല്ല ബേക്ക് ചെയ്തിട്ടുള്ളത്, ഒരു പാനിൽ റിങ് ഇറക്കി വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായതാണ്. അപ്പോൾ നല്ല ഹൈറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ നല്ല ഈസി ആയിട്ട് പറ്റുന്നുണ്ട്. സ്പഞ്ച് നന്നായിട്ട് പൊങ്ങി വന്നുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ലഞ്ച് ബോക്സ് കേക്കാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ലഞ്ച് ബോക്സിൽ കൊള്ളാവുന്ന അത്ര വലുപ്പത്തിലുള്ള പീസ് നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതുപോലെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ കുട്ടികളെ ലഞ്ച് ബോക്സിൻ്റെ അടപ്പ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഓരോന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 2 ലെയർ സ്പഞ്ചും കൂടി കട്ട് ചെയ്തിട്ട് എനിക്കിതുപോലത്തെ 14 കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടാക്കിയെടുത്തതിന് ശേഷം ബാക്കി വന്ന പീസുകളാണിത്. ഇത് നമുക്ക് സിക്കിൾസോ അല്ലെങ്കിൽ കേക്ക് പോപ്സോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇത് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. ഇതുപോലുള്ള ബോക്സിൽ വെച്ചിട്ടാണ് ഈ കേക്ക് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നതിന് മുമ്പ് തന്നെ സ്പഞ്ച് നമുക്ക് ഇതിലൊന്ന് വെച്ച് നോക്കാം. എത്ര ലെയർ സ്പഞ്ച് വെച്ചതിന് ശേഷം നമുക്കിത് അടക്കാൻ പറ്റുമെന്ന് നോക്കണം. അതിനുശേഷം നമ്മൾ ഐസിങ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ അടച്ചു വെക്കുമ്പോൾ മുകളിൽ തട്ടാൻ സാധ്യത ഉണ്ട്. എനിക്കിതിൽ 3 സ്പഞ്ച് വെച്ചിട്ടും മുകളിൽ തട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 3 ലെയർ വെച്ചിട്ടാണ് സ്പഞ്ച് ഐസിങ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡുമ്പോൾ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് 1 ലെയർ സ്പഞ്ച് വെച്ച് കൊടുക്കാം. ഇനി ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഫില്ലിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഏത് ഫില്ലിങ് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിതിൻ്റെ മുകളിൽ ബ്ലൂബെറിയുടെ ക്രഷാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഓരോ ലെയർ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഐസിങ് നൈഫ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്തെടുക്കാം. വലിയ ഐസിങ് നൈഫൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഐസിങ് നൈഫ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഫിനിഷാക്കി എടുക്കാം. ഇതുപോലുള്ള കാർഡോ അല്ലെങ്കിൽ എക്സ്റേൻ്റെ ഷീറ്റൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഫിനിഷായി കിട്ടുകയും ചെയ്യും.
അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് അടുത്ത കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു ലെയർ സ്പഞ്ച് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിൽ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ കേക്കിന് ഫില്ലിങ് ഇട്ട് കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷാണ്. നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് നമുക്ക് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്ട്രോബെറിയുടെ ക്രഷാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറും കൂടി ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ കേക്കും ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ കേക്ക് ബോർഡിൽ നിന്ന് മാറ്റിയിട്ട് ആദ്യത്തെ കേക്ക് വെച്ച് അതേ ബോർഡുമ്പോൾ തന്നെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മാറ്റിയെടുക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത കേക്കല്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ഇനി അടുത്ത കേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ടുള്ള ക്രീമിൽ ഞാൻ ചോക്ലേറ്റ് ഗണാഷും കാരമൽ സോസും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കാരമൽ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആൽമണ്ട് പൊടിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 4 കേക്ക് ഞാൻ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4ാമത്തെ കേക്ക് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് വൈറ്റ് ചോക്കോ ചിപ്സ് ആണ്. ഇനി ലാസ്റ്റത്തെ കേക്കാണ് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് ഡാർക്ക് ചോക്കോ ചിപ്സ് ആണ്. ഈ ലാസ്റ്റത്തെ കേക്കിന് നമുക്ക് 2 സ്പഞ്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 3ാമത്തെ സ്പഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെറിയ ചെറിയ പീസുകളുണ്ടല്ലോ, അപ്പോൾ അതെന്നെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. ലാസ്റ്റത്തെ ലെയറിൽ ചെറിയ ചെറിയ പീസാണ് വെച്ചിട്ടുള്ളതെന്ന് കരുതിയിട്ട് നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. നല്ല രീതിയിൽ തന്നെ ക്രീം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫിനിഷാക്കി എടുക്കാൻ പറ്റും. ഇനി കേക്കെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് ക്രീം കൂടി ഇട്ട് കൊടുക്കാം. സെക്കൻഡ് കോട്ട് ക്രീം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കളർ ചേർത്ത ക്രീമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് മാജിക്കിൻ്റെ ഗ്രീൻ കളർ 1 ഡ്രോപ്പും അതേപോലെ തന്നെ ബേക്കേഴ്സിൻ്റെ ലിക്വിഡ് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് 2 ഡ്രോപ്പും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാജിക്കിൻ്റെ വൈറ്റ് കളർ 1 ഡ്രോപ്പും കൂടി ചേർത്തിട്ടാണ് ഈ കളറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും സെക്കൻഡ് കോട്ട് ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫിനിഷാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേക്ക് ഇവിടെ നന്നായിട്ട് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ലീഫും കൂടി വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേക്കിൻ്റെ സൈഡിലൂടെ റെഡ് കളർ റിബൺ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി ബ്ലൂബെറിൻ്റെ കേക്കാണ് ക്രീം ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്രീമിലേക്ക് പർപ്പിൾ കളറാണ് ചേർത്തിട്ടുള്ളത്. ഒരു 2 തുള്ളി പർപ്പിൾ കളർ ചേർത്തിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഈ കേക്കിന് ഞാൻ ഇതുപോലത്തെ സ്ക്രാപ്പർ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലൂടെ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ബോർഡർ കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ബ്ലൂബെറിൻ്റെ കേക്കാണല്ലോ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബ്ലൂബെറിൻ്റെ ക്രഷ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറിലുള്ള കേക്കിനാണ് ക്രീം ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ഈ കേക്കിന് ഓറഞ്ച് കളർ ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓറഞ്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് സൂപ്പർ റെഡിൻ്റെ 1 ഡ്രോപ്പും അതേപോലെ തന്നെ യെല്ലോ കളറിൻ്റെ 2 ഡ്രോപ്പ് കൂടി ചേർത്തിട്ടാണ് എനിക്ക് ഈ കളർ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ കേക്കിന് ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഫിനിഷാക്കി എടുക്കാം. അതിനുശേഷം ഞാനിതിന് സ്പാച്ചുല ഡിസൈനാണ് ചെയ്യുന്നത്. ഈ ചെറിയ സ്പാച്ചുലയുടെ തലഭാഗം ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിന് മുകളിലൂടെ ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത കേക്ക് സ്ട്രോബെറിയാണ്. അപ്പോൾ സ്ട്രോബെറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു പിങ്ക് കളറിലുള്ള ക്രീമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാജിക്കിൻ്റെ റൂബി 2-3 ഡ്രോപ്പ് ഇതിലേക്ക് ഉറ്റിച്ച് കൊടുത്തിട്ടാണ് ഈ ക്രീം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഈ കേക്ക് കൂടി ക്രീം ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് ഫിനിഷാക്കി എടുക്കാം. ഈ കേക്കിന് ഓയിൽ ബ്രഷ് കൊണ്ടുള്ള ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഓയിൽ ബ്രഷ് കൊണ്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് 3 വൈറ്റ് ഫ്ലവർ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 ലീഫ് കൂടി വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഡെക്കറേഷൻ ഫിനിഷാക്കി എടുത്തു. ഇനി നമുക്ക് ലാസ്റ്റത്തെ കേക്കാണ് ക്രീം ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ക്രീമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഇതുവരെ കൊടുത്ത കളറുകൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ കേക്കിന് ക്രീം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഗ്രീൻ കളർ ക്രീം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ കളർ ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഒരു നോസിലിട്ടിട്ടുള്ള പൈപ്പിംഗ് ബാഗിലേക്ക് ഇറക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ക്രീമുകൾ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കേക്കും കൂടി നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കാം.
നമ്മുടെ കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡെക്കറേഷന് കുറച്ച് ടൈം എടുക്കുന്നുള്ളൂ, എന്നാലും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. 4 മുട്ട വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സ്പഞ്ച് കൊണ്ട് ഞാൻ ഒരു 5 കൊറിയൻ ബോക്സ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ വലുപ്പത്തിലുള്ള കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ 5 എണ്ണം ഉണ്ടാക്കാം. പിന്നെ ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പാക്കിങ് കൂടി കാണിച്ചു തരാം. ഇതുപോലൊരു ബോക്സാണ് നമ്മളിതിന് പാക്ക് ചെയ്യാനായിട്ട് വാങ്ങുന്നത്. ഈ ഒരു ബോക്സിന് 14 രൂപയാണ്. ഓരോ ഷോപ്പിലും ഓരോ റേറ്റ് ആയിരിക്കും. എനിക്ക് 14 രൂപ വെച്ചിട്ടാണ് കിട്ടിയത്. ഇനി നമ്മൾ ഇതുപോലെയാണ് പാക്ക് ചെയ്യുന്നത്. ഈ ബട്ടർ പേപ്പറോട് കൂടി തന്നെ നമ്മൾ ഈ ബോക്സിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. പല വലിപ്പത്തിലുള്ള ബോക്സുകളും വാങ്ങാൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ബോക്സ് വാങ്ങിക്കൊടുന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് പാകത്തെ സ്പഞ്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇത്ര ഹൈറ്റിലുള്ള ഒരു കേക്കാണെങ്കിൽ നമ്മളിതുപോലെ അടച്ച് വെച്ചാലും ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്യൂല. ഡ്രസ് ലെച്ചേഴ്സിൻ്റെ കേക്കൊക്കെ സെയിൽ ചെയ്യൂല, അതേപോലെ തന്നെയാണ് ഈ കേക്കും സെയിൽ ചെയ്യേണ്ടത്. ഒരു റിബണൊക്കെ കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബെൻറ്റോ കേക്ക്, അതായത് കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് നമുക്ക് സെയിൽ ചെയ്യാം. ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ഈ കൊറിയൻ ലഞ്ച് ബോക്സ് കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.